ഹായ് ഹലോ, ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ജാനകിയും അബിയും അടിച്ചു പുറത്താക്കണം, സ്വത്തുക്കളെ കൈക്കലാക്കണം, ഈ ഒരു ലക്ഷ്യമാണ് അജയ്ക്കുള്ളത്. പക്ഷേ അളകാപുരിയെ തന്നെ തകർക്കണം, അതേതെങ്കിലും വിധേനെ തകർത്ത് തന്റെ അച്ഛന്റെ ലക്ഷ്യം സഫലമാക്കണം, ആ ഒരു ലക്ഷ്യമാണ് അപർണയ്ക്കുള്ളത്. എന്നാൽ ഇരുവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപർണയും അജയും ഇപ്പോൾ അജയ്ക്ക് അത്രത്തോളം ശത്രുതയില്ലെങ്കിൽ പോലും അപർണയ്ക്ക് അത്രത്തോളം ശത്രുതയാണ് അജയോടുള്ളത്. എന്നാൽ ആ ശത്രുത കാരണം രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ അളകാപുരി തന്നെ ചിഹ്നം ഭിന്നം ആയിപ്പോവും. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കും, ജാനകിയെയും അബിയെയും കുറിച്ചുള്ള രഹസ്യങ്ങൾ എന്താണ്, അച്ഛൻ എന്തൊക്കെ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്, ആ ഒരു രഹസ്യങ്ങൾ തന്നെയാണ് ഈ ഒരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വസ്തുവും സ്വത്തുക്കളെല്ലാം അവരുടെ രണ്ടുപേരുടെയും പേരിൽ എഴുതി വെക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളാണ് ഇപ്പോൾ കഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്വത്തുക്കളുടെ എല്ലാം അവകാശി ഇപ്പോൾ അബിയും ജാനകിയും ആയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അത് കുറച്ചുകൂടി രൂക്ഷമാകണം, കുറച്ചുകൂടി പൊട്ടിത്തെറികൾ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി ഈ ഒരു ഈ കുടുംബത്തെ തകർക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് അപർണയ്ക്ക് മനസ്സിലായി. അങ്ങനെ അപർണ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലച്ചു ജാനകിക്കും അബിക്കും ഒപ്പം വന്നത്. അപ്പൊ ആ ഒരു കാരണത്തെ ചൊല്ലി, അല്ലെങ്കിൽ ആ ഒരു കാരണത്തിൽ കയറി പിടിച്ചുകൊണ്ട് മുത്തശ്ശിയും തന്റെ വരുതിയിലാക്കാം, ഈ പ്രശ്നം കുറച്ചുകൂടി ആളിക്കത്തിക്കാം എന്ന് വിചാരിച്ച് അപർണ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി. പക്ഷെ മുത്തശ്ശിയാണെങ്കിൽ തനിക്ക് ടെൻഷൻ കൂടുമ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സ്വീറ്റ്സ് കഴിക്കണമെന്നുണ്ട്. അങ്ങനെ ടെൻഷൻ കൂടി മുത്തശ്ശി മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് ലഡു തപ്പി നടക്കുമായിരുന്നു. ലഡുവൊക്കെ കിട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപർണ വന്നു. എന്നിട്ട് മുത്തശ്ശി കുറച്ചുകൂടി ടെൻഷൻ ആവുന്ന സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നതെന്നും, നിരഞ്ജനയും അമലും വന്നു. അവർക്കൊപ്പം ജാനകിയും അബിക്കും ഒപ്പം ലച്ചുവും കൂടി വന്നിട്ടുണ്ട്. അതായത് മുത്തശ്ശിയുടെ ആ ഒരു സഹോദരിയുടെ കൊച്ചുമകളും കൂടി വന്നിട്ടുണ്ട് എന്ന് മുത്തശ്ശി പറഞ്ഞു. എന്നാൽ ഒരിക്കലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, അവള് ഏതെങ്കിലും അനാഥാലയത്തിൽ ആക്കിയിട്ട് വേണം വരാനായിട്ടെന്ന് അബിയോട് പ്രത്യേകിച്ച് മുത്തശ്ശി പറഞ്ഞിട്ടാണ് വന്നത്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഈ അളകാപുരിയിലോട്ട് അവളെ കൊണ്ടുവന്നത് മുത്തശ്ശി ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചു. ആ ഒരു കാരണം കൊണ്ട് തന്നെ മുത്തശ്ശി ദേഷ്യം വന്ന് കലി തുള്ളിക്കൊണ്ടാണ് താഴോട്ട് പോയത്. അപ്പൊ അപർണയ്ക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒന്ന് നടക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അപർണയെ താഴോട്ട് പോയത്. ജാനകിയും അബിയും വന്നു. അപ്പോൾ ലച്ചുവിന് ആ കുടുംബത്തിലോട്ട് കയറാനായിട്ട് ഒരു ടെൻഷനുണ്ട്. മുത്തശ്ശി എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ പ്രത്യേകിച്ചുണ്ടായിരുന്നു. ആ ടെൻഷൻ കാരണം തന്നെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ലച്ചു അകത്തോട്ട് കയറി വന്നപ്പോൾ അബി പറയുന്നുണ്ട്, ലച്ചുവിനെ കൊണ്ട് നീ റൂമിലോട്ട് പോ എന്ന് പറയുവാണ്. അങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് മുത്തശ്ശി വരികയും, എന്നിട്ട് നിന്നോട് ആരാണ് പറഞ്ഞത് ഈ വീട്ടിലോട്ട് കയറാനായിട്ട്, കണ്ട അനാഥർക്ക് കയറി വരാനായിട്ടുള്ളതല്ല ഈ വീടെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഭയങ്കരമായിട്ട് തകർത്തു. അങ്ങനെ ലച്ചുവിനോട് ഇറങ്ങിപ്പോവാൻ പറയുകയും, എന്നാൽ ലച്ചു പോകത്തില്ല, ഈ കുടുംബത്തിൽ ഞാനാണ് ലച്ചുവിനെ കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലച്ചു ഇവിടെ തന്നെ എൻ്റെ കൂടെ താമസിക്കും. എന്നാൽ നിനക്ക് എന്ത് അവകാശമാണ് ഇവിടെ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്താണ് അവകാശമുള്ളത് എന്ന് മുത്തശ്ശിക്ക് തന്നെ അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ലച്ചുവിനെ ഞാനാണ് കൊണ്ടുവന്നത്, ലച്ചു എന്നോടൊപ്പം ഇവിടെ കഴിയും, എന്തായാലും അത് തടയാനായിട്ട് പറ്റത്തില്ല. മുത്തശ്ശി ലച്ചുവിന്റെ കൈ പിടിച്ച് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ജാനകി തടഞ്ഞു. ലച്ചുവിനെ ഞാൻ കൊണ്ടുപോകും, മുത്തശ്ശിക്ക് എന്താന്ന് വെച്ചാൽ പറയാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുത്തശ്ശി തടഞ്ഞു, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ ലച്ചുവിനെ ഞാൻ കൊണ്ടുപോയിരിക്കും. അങ്ങനെ മുത്തശ്ശിയും ജാനകിയും ലച്ചുവും തമ്മിൽ ഒരു പോരാട്ടം തന്നെ നടക്കുവാണ്. ലച്ചുവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും ലച്ചുവിനെ അകത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജാനകിയും. ഈ ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമൃത വന്നത്. അമൃത വന്ന ഉടനെ തന്നെ മുത്തശ്ശിയെ തടഞ്ഞു. എന്താണ് സംഭവം എന്ന് ചോദിച്ചു. എന്നാൽ ഈ പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് നിന്റെ വല്യപ്പച്ചിയുടെ മകളുടെ മകളാണ് ലച്ചു. അപ്പോൾ ജാനകിയും പറഞ്ഞു, ഇത് എനിക്ക് ബന്ധം പറയാനായിട്ട് അറിയത്തില്ല, പക്ഷേ അനാഥയായിട്ടുള്ള എനിക്ക് ഒരു അനിയത്തിയാണ് ഇവള്, ലക്ഷ്മി എന്നാണ് പേര്, എൻ്റെ അനിയത്തിയാണ്. എന്നാൽ ഏട്ടത്തി ഒരു അനാഥയാണ്, അങ്ങനെയുള്ള അനാഥയ്ക്ക് എവിടെയാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനിയത്തി എന്ന് ചോദിക്കുമ്പോൾ, ഇത് എൻ്റെ സഹോദരിയുടെ മകളുടെ മകളാണെന്നും ഒളിച്ചോടിപ്പോയ അവളുടെ മകളാണ്, അതുകൊണ്ട് ഒരിക്കലും ഈ വീട്ടിലോട്ട് കയറ്റത്തില്ല, കയറ്റി കഴിഞ്ഞാൽ ഞാൻ മാപ്പ് കൊടുത്തു എന്നതാവും, അങ്ങനെ മാപ്പ് കൊടുത്തു
എന്ന് ആയിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബക്കാർ, എൻ്റെ അമ്മയും അച്ഛനും ഒരിക്കലും എന്നോട് പൊറുക്കത്തില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു. എന്നിട്ട് ലച്ചുവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ ഒരിക്കലും പുറത്താക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ജാനകി ലച്ചുവിനെ പിടിച്ച് അകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഒടുവിൽ ആ പ്രശ്നം സോൾവ് ആക്കി മുത്തശ്ശിയെ പിടിച്ച് തള്ളിയതല്ല, ലച്ചുവിന്റെ കൈ വിടാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയുടെ കൈ പിടിച്ചു മാറ്റിയതാണ്. പക്ഷെ മുത്തശ്ശി വീഴാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്, അമൃത പിടിച്ചു. അങ്ങനെ ലച്ചുവിനെ നീ കൊണ്ട് അകത്തോട്ട് കൊണ്ടുപോകും, ലച്ചുവിനെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത്, ലച്ചുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ആരും ഞാൻ സമ്മതിക്കത്തില്ല. ഉടനെ തന്നെ അമൃത പറഞ്ഞത്, മുത്തശ്ശിക്ക് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ മുത്തശ്ശിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ ഏകദേശം അച്ഛനെ മണിയടിച്ച് ഏകദേശം സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവർ പറയുന്നതായിരിക്കും ഇവിടെ അവർ പറയുന്നതായിരിക്കും നിയമം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അകത്തോട്ട് കൊണ്ടുപോവാണ് അമൃത. എന്നാൽ ജാനകിയുടെയും അബിയുടെയും ആ ഒരു നിരപരാധിത്വം എന്താണെന്നോ അല്ലെങ്കിൽ അവരുടെ എന്താണെന്നോ അറിയാനായിട്ട് ഒന്നും അമൃത ശ്രമിച്ചില്ല. ജാനകി ലച്ചുവിനെയും കൊണ്ട് അകത്തോട്ട് പോയി. നേരെ തന്നെ അബി നേരെ പോയി സംസാരിക്കാൻ വേണ്ടിയിട്ട്, അച്ഛനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ സമയത്താണ് അപർണ വന്നത്. അപ്പോൾ അപർണയുടെ ചതി ഒരിക്കലും അബി തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ അപർണയെ സൂക്ഷിച്ചു നോക്കിയിട്ടും അബിയുടെ മനസ്സിൽ ഇത്രത്തോളം ചതി ഒളിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് ജാനകി പറഞ്ഞപ്പോൾ പോലും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പോഴാണ് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് എന്ന് അബി മനസ്സിൽ പറയുവാണ്. നേരെ അച്ഛനെ പോയി കണ്ടു, അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അച്ഛൻ തന്റെ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ്. 5 വർഷം മുന്നേ നടന്ന സംഭവമാണ്. ഈ ഒരു എസ്റ്റേറ്റ് വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിലാക്കി. അതിൽ യാതൊരു തെറ്റും എനിക്ക് കാണുന്നില്ല. കുടുംബസ്വത്തിൽ നിന്ന് എടുത്താൽ മാത്രമേ ഇവിടെ ആരെങ്കിലും ചോദിക്കത്തുള്ളൂ. ഇത് കുടുംബസ്വത്തിൽ നിന്നല്ല, ഇത് എന്റെ പൈസ കൊണ്ട് ഞാൻ അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയ എസ്റ്റേറ്റും ആ ഒരു റിസോർട്ടുമാണ് എന്ന് അച്ഛൻ പറഞ്ഞു. എന്നാൽ അബി പറയുന്നുണ്ട്, എങ്ങനെ ഇനി ഈ കുടുംബത്തെ നിലനിർത്താനായിട്ട് പറ്റും, കുടുംബത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അച്ഛൻ ദയവീത് അത് റദ്ദാക്കാനായിട്ട് തീരുമാനിക്കണം, അത് ക്യാൻസൽ ചെയ്യണം, എന്നിട്ട് ആ ഒരു സ്വത്ത് ഞങ്ങളുടെ പേരിൽ നിന്ന് മാറ്റിത്തരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ തോൽക്കാനായിട്ട് തയ്യാറല്ല എന്നും ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ഈ ഒരു സ്വത്ത് റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അമ്മ എങ്ങനെ വിശ്വസിക്കും, അല്ലെങ്കിൽ അമ്മ എങ്ങനെ ഇനി അച്ഛനോട് മിണ്ടും? അമ്മ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്നാൽ ഈ വീട്ടിൽ വന്നതിന് ശേഷം പ്രഭ എന്നോട് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല, ഇങ്ങോട്ട് വന്നിട്ട് പോലുമില്ല. അവൾക്ക് ആ സ്വത്തുക്കളാണ് വലുത്, അല്ലാതെ എന്നെയല്ല. അതുകൊണ്ട് അവൾ വന്നത് സംസാരിക്കട്ടെ, ഞാൻ അപ്പോൾ സംസാരിക്കാം, എന്തായാലും അബി അങ്ങോട്ട് പോ എന്ന് പറഞ്ഞ് അബിയെ സമാധാനിപ്പിച്ച് വിട്ടു. എന്നാൽ ഈ പ്രശ്നം ഇങ്ങനെ പോകത്തില്ല എന്ന് സൂര്യയ്ക്ക് അറിയാം. ഇതിന്റെ ഇടയിൽ കൂടെ നേരെ പോയി അജയ് തന്റെ അമ്മയെ കാണുകയും എന്നിട്ട് അമ്മ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആവത്തില്ല, അത്രത്തോളം പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ മക്കൾ തമ്മിലാണ് പോരാട്ടം തുടങ്ങിയിരിക്കുന്നത്. അബിയോട് അച്ഛന് അത്രത്തോളം സ്നേഹമുണ്ട്, അബിയുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചു, ശരി അത് പോട്ടെന്ന് വെക്കാം. എന്നാൽ ജാനിയേട്ടത്തിയുടെയും പേരിൽ എന്തിനാണ് ഈ സ്വത്തുക്കൾ എഴുതി വെച്ചത് എന്നാണ് എനിക്ക് അറിയാത്തത്. എന്തുകൊണ്ട് അച്ഛൻ ഈ സ്വത്തുക്കൾ ജാനിയേട്ടത്തിയുടെയും അബിയേട്ടന്റെയും പേരിൽ മാത്രം എഴുതി വെച്ചു? അതും അമ്മയോട് പോലും പറയാതെ എന്തുകൊണ്ട് ഈ കാര്യം രഹസ്യമാക്കി സൂക്ഷിച്ചു? അതും 5 വർഷം രഹസ്യമാക്കി സൂക്ഷിച്ചത് എന്തിനാണ്? അമ്മയോട് എന്താണ് ഈ കാര്യം തുറന്നു പറയാത്തത്? ജാനിയേട്ടത്തിക്ക് സ്വത്തുക്കൾ കൊടുക്കണം എന്ന് അച്ഛൻ എന്ത് തീരുമാനമാണുള്ളത്? അമ്മയുടെ ആ ഒരു മാതൃത്വത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അമ്മ എന്തായാലും ചോദിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് അജയ് എരിവേറ്റി വിട്ടു. നേരെ പ്രഭാവതി സൂര്യയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സൂര്യയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയി സംസാരിച്ചു. നിങ്ങൾ അത്രത്തോളം മിടുക്കനായിപ്പോയി, എൻ്റെ മാതൃത്വത്തെയാണ് ചോദ്യം ചെയ്തത്, എന്തുകൊണ്ട് എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ച കാര്യങ്ങളെല്ലാം സൂര്യയോട് വിശദീകരിച്ച് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും ഉത്തരം പറയാനായിട്ട് സൂര്യ തയ്യാറായില്ല. 5 വർഷം മുന്നേ നടന്ന സംഭവമാണ്. 5 വർഷം മുന്നേ എന്നോട് ഈ റിസോർട്ടും എസ്റ്റേറ്റും വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാനത് അവരുടെ രണ്ടുപേരുടെയും പേരിൽ മാറ്റി. ആ സമയത്ത് അബിയുടെ വിവാഹം കഴിഞ്ഞ സമയമായിരുന്നു. എനിക്കങ്ങനെ തോന്നി, ഞാൻ ചെയ്തു. അത് ഇത്ര തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പ്രഭാവതിയുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ രൂക്ഷമാകും എന്ന് പ്രഭയ്ക്കും അറിയാം, സൂര്യയ്ക്കും അറിയാം. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അളകാപുരിയിൽ സംഭവിക്കാൻ പോകുന്നത്? അപർണ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? അച്ഛൻ ഒളിപ്പിക്കുന്ന രഹസ്യം എന്താണ്? എന്തുകൊണ്ട് അമ്മയിൽ നിന്നും ഈ രഹസ്യം അച്ഛൻ മറച്ചു വെച്ചു? അബിക്കും ജാനകിക്കും മാത്രം എഴുതണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജാനകി വിവാഹം കഴിഞ്ഞ് വന്ന സമയമാണ്. അപ്പൊ ജാനകിയുടെയും പേരിൽ ഇങ്ങനെ ഒരു സ്വത്തുക്കൾ എഴുതി വെക്കണം എന്ന് അച്ഛൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? അതിന്റെ പിന്നിൽ എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്? അബിയും ജാനകിയും ചുറ്റിപ്പറ്റിയാണ് എന്തൊക്കെ രഹസ്യങ്ങളുള്ളത്, എന്തൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.